എല്ലാവർക്കും ജോ ആൻഡ് ജി മീഡിയ എന്ന ഈ പ്രാർത്ഥനാ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഒരുമിച്ച് കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏറ്റവും വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉടമ്പടി ധ്യാനത്തിൻ്റെ പ്രത്യേക ലക്ഷ്യം ദൈവത്തോട് നമ്മൾ വിട്ടകലാതെ കൂടെ എപ്പോഴും നിൽക്കുക എന്നത് തന്നെയാണ്. ദ എഫിക്കസി ഓഫ് കവനന്റ് പ്രെയർ. ഉടമ്പടി പ്രാർത്ഥനയുടെ ഒരു ശക്തമായ ഫലവും ആശ്രയിച്ചിരിക്കുന്നത് ഉടമ്പടി എടുക്കുന്ന വ്യക്തിയെ എപ്പോഴും അത് ദൈവത്തോട് ഇങ്ങനെ അടുപ്പിച്ച് നിർത്തും. പ്രത്യേകിച്ച് നമ്മൾ തുടങ്ങണത് തന്നെ, നമ്മുടെ ദിവസം തുടങ്ങണത് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോട് കൂടിയാണ്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ദൈവ മനസ്സാണ് ശരിക്കും അത്. കാരണം അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ പഠനവിധേയമാക്കണം. സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദൈവ മനസ്സ് വെളിപ്പെടണം. അതിനാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോട് ചേർന്നാണ് പിന്നീട് വചന വായന വരണത്. അത് ഒരു ദിവസം അരമണിക്കൂർ നമ്മൾ ദൈവവചനം വായിക്കണം. അത് ഏതെങ്കിലും ഒരു സമയത്ത് മതി. അപ്പോഴും നമ്മൾ ദൈവത്തോട് അടുത്താണ് നിൽക്കുന്നത്. ഇതിൻ്റെ കൂടെയുള്ളതാണ് പ്രേക്ഷിത പ്രവർത്തനം. പത്രം ഉണ്ടായിരുന്ന സമയത്ത്, ലോക്ക്ഡൗണിന് മുമ്പ് പത്രം നമ്മൾ വാങ്ങിച്ചിട്ട് അമ്മ മാതാവിനെക്കുറിച്ച് അറിയാത്ത ഇടങ്ങളിൽ, പ്രത്യേകിച്ച് കൃപാസനത്തിൽ പ്രത്യക്ഷ പരിശുദ്ധ അമ്മയെക്കുറിച്ച് അറിയാത്ത ഇടങ്ങളിൽ അത് വിതരണം ചെയ്യാം, പ്രാർത്ഥിച്ച്. ആ ഒരു ബോധത്തോട് വിതരണം ചെയ്ത എല്ലാവർക്കും നമ്മൾ ഇന്നുവരെ കേൾക്കാത്ത അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കും. അതിലൂടെ ജനം വീണ്ടും അമ്മയെ അറിഞ്ഞ്, അമ്മയിലൂടെ യേശുവിനെ അറിഞ്ഞ് ദൈവത്തിൻ്റെ മനസ്സ് ലോകത്തിന് വെളിപ്പെട്ടും അതുപോലെ തന്നെ ലോകത്തിന് പ്രയോജനപ്പെട്ടും വരും. അപ്പം ദൈവമായിട്ട് മനുഷ്യർ അറിയാത്തവരറിയും, അറിഞ്ഞവർ ആഴപ്പെടും. അങ്ങനെ അപ്പോഴും ഏതെങ്കിലും സമയത്ത് നമ്മൾ ഇത് വർഷം നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടി വരും. അങ്ങനെ ഉപവി പ്രവർത്തനമുണ്ട്. രോഗികളെ പോയി കാണുക, അതും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയമൊക്കെ കണ്ടെത്തി കർത്താവിൻ്റെ വേല ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ ദൈവത്തോട് അടുത്ത് നിൽക്കുക. പിന്നെ രോഗികളെ പോയി സന്ദർശിക്കണം, അല്ലേ? ആ ദൈവസ്നേഹത്തോടെ സന്ദർശിക്കണം. ആ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം സന്ധ്യയാകുമ്പോൾ വീണ്ടും ഉടമ്പടി പ്രാർത്ഥനയുണ്ട്. നമ്മൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങളെ വീണ്ടും ദൈവതിരുസേനയെ പുനഃസമർപ്പണം ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി സന്ധ്യാപ്രാർത്ഥന. അത് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാണ് വരേണ്ടത്. അപ്പോൾ ഒരു വ്യക്തിയെ ദൈവത്തോട് അടുപ്പിച്ച് നിർത്തുകയാണ് സ്വാഭാവികമായിട്ടും. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ഒരു മഹാത്ഭുതം പോലെ ലോകം മുഴുവനിലേക്കും ദൈവത്തിൻ്റെ ഈ കാലത്ത് ഏറ്റവും വലിയ അടയാളങ്ങൾ നടന്നിട്ടുള്ളതെല്ലാം ഉടമ്പടിയിലൂടെയാണ്. പക്ഷേ ഒരു കേവലമായ ഒരു പ്രാർത്ഥനയേക്കാളുപരി നമ്മുടെ ജീവിതത്തെ വളരെയേറെ പല സ്ഥലങ്ങളിലും തൊട്ട് തലോടി
അങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രാർത്ഥനയല്ല ഇത്. ജീവിതം തന്നെ ഇതൊരു ഉടമ്പടി ഒരു ജീവിത ശൈലിയായിട്ടാണ്, ജീവിത രീതി. ഉടമ്പടി ഒരു ജീവിത രീതിയായിട്ടാണ്. അതിന് അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കത് ലൈറ്റ് വെയിറ്റ് ആവും. ഒരു വിഷയത്തിൽ നമുക്ക് വേണ്ടത് ചില നിസ്സാര കാര്യങ്ങൾ പോലും ചിലർക്ക് വല്ലാത്ത ഭാരമായിരിക്കും. ഇപ്പം പരിശുദ്ധാത്മാവ് കെട്ടുപോകുന്നതിൻ്റെ ഒരു സൂചനയാണത്. ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും, ഒരു കസേര എടുത്ത് ഇപ്പുറത്ത് ഇടണമായിരിക്കും. നാളെ പിന്നെ ഏട്ടാ ആരെങ്കിലും പറയട്ടെ, അവരെ കൊണ്ട് എടുപ്പിക്കാം എന്ന് പറഞ്ഞ് ഈ ഇങ്ങനെ നിസ്സാര കാര്യം പോലും നമുക്ക് പാടായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപകട മേഖലയിലാണ്. ശ്രദ്ധിക്കണം. കാര്യം അഭിഷേകത്തിൻ്റെ ഒരു നിലവാരം എന്ന് പറയുന്നത് ഭയങ്കരമായ പ്രയാസമുള്ള കാര്യങ്ങൾ പോലും ലൈറ്റ് വെയ്റ്റ് ഫെദർ ടച്ച് പവർ സ്റ്റിയറിംഗ് എന്ന് പറയും. നമുക്കറിയാമല്ലോ, ഈ വലിയ 5 ടണ്ണിന് കൂടുതലുള്ള 8 ടണ്ണൊക്കെ ഉള്ള ലോറികളൊക്കെ പാലത്തിലിങ്ങനെ എൽക്കട്ടൊക്കെ വളക്കണത് പണ്ട് മെക്കാനിക്കൽ സ്റ്റിയറിങ്ങിൽ ആ ഡ്രൈവറിൻ്റെ 18 മസിലും തെളിഞ്ഞ് അവൻ വെട്ടി വേർത്താണ് ആ ലോറി തിരിച്ചെടുക്കുന്നത്. കാര്യം മെക്കാനിക്കൽ സ്റ്റിയറിംഗ് ആയതുകൊണ്ട്. ഇപ്പോൾ പവർ സ്റ്റിയറിംഗ് ആയത് കാരണം ചുമ്മാ ഒരു വിരലിലാണ് ഇവൻ ചെയ്യണത് ഈ സംഭവം. ഇതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പവർ സ്റ്റിയറിങ്ങിൽ ചെയ്യാൻ പറ്റും. അതിനാണ് അഭിഷേക വിധിപ്രകാരം എന്ന് പറയുന്നത്. അതിൻ്റെ അഭിഷേകം കിട്ടിയാൽ തീർച്ചയായിട്ടും ഇത് ലൈറ്റ് വെയ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. കാര്യം എനിക്കൊരു നേഴ്സിനറിയാം, അവർ 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ്, ആദ്യം കൃപാസനത്തിൽ വരുമ്പോൾ ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർക്കപ്പോൾ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു കുഞ്ഞുള്ളത്, ആ കുഞ്ഞിന് ഓട്ടിസവും പോലെയുള്ള ഒരു രോഗമാണ്. അതിനിടയ്ക്ക് അവളുടെ ഭർത്താവിൻ്റെ ജോലിയും നഷ്ടപ്പെട്ടു. സ്വന്തം ജോലി നഷ്ടപ്പെട്ടു, ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു, പെര പണി തുടങ്ങിയിട്ടില്ല, മാറി താമസിക്കേണ്ട അത്യാവശ്യമാണ്, അനിയൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഭർത്താവ് ജോലി നഷ്ടപ്പെടുത്തി നാട്ടിൽ വന്നു. പക്ഷേ ഇവർ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കുലുക്കമില്ല ഇവർക്ക്. അന്ന് ദമ്പതി ധ്യാനമാണ്. എന്നെ തൈക്കാട്ടുശ്ശേരി വന്ന് കണ്ട ശേഷം ഇവിടെ ആൾ വരും. അപ്പോൾ ഞാൻ ഉച്ച കഴിയുമ്പോൾ ഇവിടെ വരും, ആരാധന നടത്തിയ ശേഷം വീണ്ടും കണ്ട് പ്രാർത്ഥിച്ച് കാര്യം പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, ഇവരുടെ ലൈഫ് നോക്കാനാണെങ്കിൽ ഇപ്പോഴവർക്ക് 3 കുഞ്ഞുങ്ങളും, ഭർത്താവിന് ജോലിയും, അവർക്ക് ഗവൺമെൻറ് ജോലിയും, അവിടെ വീടും പണി തീർന്ന്. ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഓർക്കും എന്തെങ്കിലും സംഭവിച്ച് കഴിയുമ്പോൾ ചിലരാണെങ്കിൽ ഓർക്കും എല്ലാം തീർന്നേന്ന് വിചാരിക്കും എല്ലാം. പക്ഷെ ഇവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് പണ്ട് എന്നോട് ഞാൻ ഈ വിഷയം, ഈ ശുശ്രൂഷ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. കാര്യം അതിനുശേഷം അവർക്ക് സംഭവിച്ച വിഷയങ്ങൾ, ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, നമ്മൾ എങ്ങനെ ദൈവവുമായിട്ട് ഇൻടാക്റ്റായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് വിഷയം. എന്ത് നമുക്ക് സംഭവിക്കുന്നു എന്നുള്ളതല്ല. നമുക്ക് എന്ത് സംഭവിക്കാം. ഈ ഭൂമിയിൽ ഇപ്പോൾ എന്തെല്ലാമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ തന്നെ നീട്ടുമ്പോൾ എന്തുമാത്രം മനുഷ്യരാണ് ജോലിയില്ലാതെ വീടുകളിൽ ഇരിക്കുന്നത്. ജോലിയില്ലാതെ വീടുകളിലിരുന്ന് തനിയെ ഇരുന്ന് മൊബൈലും കണ്ട് നീലച്ചിത്രങ്ങളും കണ്ട് സമയം കളയണ കുറേ ആൾക്കാരുണ്ട്. മിക്കവാറും താഴത്തെ നിലയിലൊന്നും കാണത്തില്ല. അര ഗ്ലാസ് ബിയറും മേടിച്ച് മുകളിൽ ഇരുന്നിട്ട് നീലച്ചിത്രം കാണുന്നവരുടെ എണ്ണം കൂടുതലാണെന്ന്. ഈ കക്ഷികൾ ഒരിക്കൽ പോലും ബൈബിൾ എടുത്ത് വായിക്കുകയോ ജപമാല ചെല്ലുകയോ ചെയ്യത്തില്ല. ചെയ്യണമെന്നല്ല പറയണത്, നിങ്ങൾ ചെയ്യുകയേ വേണ്ട. നിങ്ങൾ ചെയ്തിട്ട് ദൈവത്തിന് കഞ്ഞി വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനൊരു അഭിഷേകമുണ്ട്. അഭിഷേകത്തിന് കർത്താവ് പല വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചില സമയത്ത് ഈശോ പറയും, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരാനാവില്ല. അപ്പോൾ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ ഈ ഒരു ആകർഷണം വേണം. ശരിക്കും ഈ ആകർഷണം ഉണ്ടെങ്കിൽ ബാക്കി എന്തെല്ലാം ആകർഷണം ഉണ്ടെങ്കിലും നമുക്ക് അകപ്പെട്ടു പോകത്തില്ല. ബാക്കി ആകർഷണം എന്ന് പറയുന്നത് ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ട്
അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പോകുന്ന ആകർഷണം എന്തായിരിക്കും? ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടാൽ ഭാര്യയ്ക്ക് വരാൻ പോകുന്ന ആകർഷണം എന്തായിരിക്കും? എന്താകർഷണം ഉണ്ടാവും? അയ്യോ, ഇനി കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും? ആകുലതയുടെ ആകർഷണം ഉണ്ടാവും. ജോലി നഷ്ടപ്പെട്ടാൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണ്? ആകുലതയുടെ ആകർഷണം ഉണ്ടാവും. പക്ഷേ കർത്താവുമായിട്ട് ബന്ധമുള്ള വ്യക്തിയാണെങ്കിൽ ആകുലതയുടെ ആകർഷണം ഉണ്ടാകത്തില്ല. ഈ വിഷയത്തിൽ കർത്താവ് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിളെ അല്ല ആ വ്യക്തിയെ ഉള്ളിൽ നിന്ന് സാന്ത്വനപ്പെടുത്തിക്കൊണ്ടിരിക്കും. കർത്താവ് പറഞ്ഞത് പോകാൻ നേരത്ത് സ്വർഗാരോപണത്തിൻ്റെ കാലമായപ്പോൾ പറഞ്ഞത് സാന്ത്വനപ്പെടുത്തുന്ന ആശ്വസിപ്പിക്കുന്ന ആത്മാവിനെക്കുറിച്ചാണ്. കാര്യം എന്തെങ്കിലും ഒരു സംഭവം നടക്കാൻ പോകുമ്പോൾ അല്ല നടന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു വിശ്വാസിക്ക് വേണ്ടത് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ മക്കളുടെ അയൽവാസികളുടെ ആശ്വാസം എന്നതിനേക്കാളുപരി ഒരു വിശ്വാസിക്ക് വേണ്ടത് ആത്മാവിൻ്റെ ആശ്വാസമാണ്. ആത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കണില്ല എങ്കിൽ വേറെ ആരെങ്കിലും നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം പരിധികളുണ്ട്. ഒരു പരിധി വിട്ടാൽ പിന്നെ അവർക്ക് നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം മനുഷ്യൻ്റെ ആശ്വാസങ്ങളെന്ന് പറയുന്നത് ഒന്ന് പുറത്തുനിന്നുള്ള ആശ്വാസങ്ങളുണ്ടാകും, അകത്തുനിന്നുള്ള ആശ്വാസം ഉണ്ടാകും. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന പുറത്തുനിന്നുള്ള ആശ്വാസമാണ്. അത് ഭർത്താവിൻ്റെതാകാം, ഭാര്യയുടേതാകാം, മക്കളുടേതാകാം, മാതാപിതാക്കന്മാർക്ക്. പക്ഷെ അങ്ങനെ പുറത്തുനിന്നൊരു ആശ്വാസം ഉണ്ടായാൽ അത് ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കുന്ന ആൾക്കാർക്ക് ആ ആശ്വാസം തുടരാൻ പറ്റാത്ത സാഹചര്യം വരും. അല്ലെങ്കിൽ അവരുടെ ആശ്വാസം നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. ഇത് രണ്ടും സംഭവിക്കാം. അകത്തുള്ള ആശ്വാസം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ പെന്തക്കോസ്ത കഴിഞ്ഞ് ഇപ്പോൾ തിരുത്വക ദൈവത്തിൻ്റെ തിരുനാളും കഴിഞ്ഞ് ഇനി പ്രഷ്യസ് ബ്ലഡിൻ്റെ തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, പർപ്പസ് ക്രിസ്തി. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആ ധ്യാനാത്മകമായ ജീവിതത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് ആരുടെ കൂടെയാണ്? ആത്മാവിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ദൈവപൈതലെ നമ്മൾക്ക് ആരെല്ലാം ആശ്വസിപ്പിക്കാനുണ്ടായാലും പുറത്തുനിന്നുള്ള ആശ്വാസമാണ്. അതെല്ലാം ആന്തരികമായ ആശ്വാസം ആത്മാവിൻ്റെ ആശ്വാസമാണ്. അതാ കർത്താവ് പറയണത്, ഞാൻ ആശ്വാസകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയക്കുമെന്ന്. അപ്പോൾ ദൈവപൈതൽ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഞാനിപ്പോഴും ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ആണോ? ആശ്വാസകനായ ആത്മാവിൻ്റെ സാന്ത്വനങ്ങളെ എനിക്ക് അഭിഷേകമായിട്ട് ഇപ്പോഴും അനുഭവിച്ചിട്ട് വിഷയങ്ങളെ ലൈറ്റ് വെയ്റ്റ് ആകുന്നുണ്ടോ? ഫെദർ ടച്ച് ആകുന്നുണ്ടോ? പവർ സ്റ്റിയറിങ് ആകുന്നുണ്ടോ? എല്ലാ വിഷയങ്ങൾക്കും അങ്ങനെയാണ്. കാര്യം നമ്മൾ കടന്നു പോകുന്ന വഴികൾ വളരെ തിക്തമാണെങ്കിലും നമ്മളെ അതിന് ആവിയും പുകയും അറിയിക്കാതെ കൊണ്ടുപോകും. ഇപ്പോൾ അഗ്നിയിലൂടെ നടക്കുമെന്ന് നമ്മൾ സാധാരണ പറയത്തില്ലേ? ഐശ്വര്യവചനങ്ങളിൽ 43:2 നീ അഗ്നിയിലൂടെ നടക്കും. അപ്പം അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ ജീവിതത്തിൽ അഗ്നിയിലൂടെ നടക്കും. പക്ഷേ എന്താണ് സംഭവിക്കണത്? അഗ്നിയിലൂടെ നടക്കും, പക്ഷേ നിനക്ക് പൊള്ളലേൽക്കുകയില്ല എന്ന വചനം. ഐശ്വര്യ 43:2 എന്താ? അഗ്നിയിലൂടെ നടക്കും, പക്ഷേ നിനക്ക് പൊള്ളൽ ഏൽക്കുകയില്ല. അതിനാണ് ഈ അഭിഷേകം എന്ന് പറയുന്ന വിഷയം. നമ്മളൊരു പ്രത്യേക കാലഘട്ടത്തിലൂടെ കടന്നു പോകും. ഇപ്പം ആ മോള് എന്താ സംഭവിച്ചത്? അവൾ എൻ്റെ മുറിയിൽ ആദ്യം വരേണ്ട സമയത്ത് 2016 ആ എപ്പിലെപ്സി ഓട്ടിസം ഉണ്ടായിരുന്ന കുഞ്ഞിനെയും കൊണ്ടാണ് വരണത്. ഇപ്പോൾ 2 വയസ്സ്, അവൻ അന്ന് 1.5 വയസ്സേ മറ്റേ ഉണ്ട്, 1.5-2 വയസ്സുണ്ട്. അപ്പോൾ എന്നെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം, ഈ മകൻ എൻ്റെ മുറിയിലുണ്ട് അലമാരിയുടെ മുകളിലോട്ട് ഇവൻ ജനൽ വഴി കയറി. അപ്പോൾ അവർ 50% ഓട്ടിസം ഉള്ളത്, സംസാരിക്കുകയൊക്കെ ചെയ്യും വെച്ച്. പക്ഷെ അതിനെ പിടിച്ചാൽ നിൽക്കത്തില്ല, കുതറി പാഞ്ഞ് മിന്നൽ പോലെ നടക്കും. കൺട്രോൾ ചെയ്യും. ഇപ്പം കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കുന്നതൊക്കെ തോന്നിപ്പോകും. പക്ഷേ കൊച്ചിനെയും കൊണ്ട് ഇവൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ജീവിക്കണത്. അല്ലാതെ എൻ്റെ മുഖത്ത് വരുമ്പോൾ അവൾ ചിരിക്കുകയാണ് ചെയ്യണത്. അച്ഛൻ ഇത് കണ്ടാന്ന് പറയും, പക്ഷേ എന്നാലും മുഖത്തെ ചിരി മായത്തില്ല. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രേയറുള്ള ആളാണ്, പ്രാർത്ഥനയുള്ള ആളാണ്. അഗ്നിയിലൂടെ നടക്കുകയാണ്. ഒരു മിന്നൽ പോലെ പായണ ഒരു പയ്യനെയും കൊണ്ട്, ഒരു ഒട്ടിസം ബാധിച്ച കൊച്ചിനെയും കൊണ്ട് നടക്കുകയാണ്. പക്ഷേ അവൾക്കത് ഫീൽ ചെയ്യണില്ല. അഥവാ ആ വിഷയം
അവിടെ ഉള്ളിലുള്ള സാന്ത്വനിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്: ദൈവപൈതലെ. ബൈബിളിൽ ഏറ്റവും ശക്തമായൊരു വാക്കാണ് ദൈവപൈതൽ. നമ്മളുണ്ടാക്കിയൊന്നുമല്ല, ലൂക്കാ സുവിശേഷൻ ഉണ്ടാക്കിയതാണ് ഈ വാക്ക്. സഭയിലുള്ള എല്ലാവരും ദൈവപൈതലാണ്. തെയോഫിലസ്, ദൈവത്തിൻ്റെ ഫീലിയ അല്ല ഫീലൂസ്, ദൈവ പൈതൽ. അപ്പോൾ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവ പൈതലാകണത് എങ്ങനെയാണ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ പൈതലാണ്. ആദിമ സഭയുടെ അവസ്ഥ അതാണ്. അല്ലയോ തെയോഫിലസ് എന്ന് ചോദിക്കുമ്പോൾ അല്ലയോ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവനെ എന്നാണ് അർത്ഥം. ഇന്ന് തെയോഫിലസ് എന്ന് പറയാൻ പറ്റുമോ ആരെങ്കിലും? ജഡത്തിന് മുഴുവൻ ആത്മാവിനാണ് മനുഷ്യൻ നയിക്കപ്പെടുന്നത്. അപ്പോൾ അല്ലയോ തെയോഫിലസ് എന്ന് പറയുമ്പോൾ അഭിസംബോധന ചെയ്യുന്ന ആദിമസഭ അഭിസംബോധന ചെയ്തത് ആരെയാണ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ. റോമ 8:14 നമ്മൾ വായിക്കുന്നതാണ്: ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ് തെയോഫിലസ് ആണെന്ന്. ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്, തെയോഫിലസ് ആണ്. അപ്പം തെയോഫിലസിൻ്റെ അടയാളം എന്താണ്? അവർ ദൈവാത്മാവ് നയിക്കപ്പെടുമ്പോൾ ദൈവാത്മാവ് എന്താണ് സംഭവിച്ചത്, എന്തിനാണ് സംഭവിച്ചത് എന്ന് നമ്മളെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. അനേസിനോട് ദൈവാത്മാവ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? നിനക്ക് പ്രാർത്ഥിക്കാൻ, നീ പ്രാർത്ഥനയിൽ വളരാൻ, പ്രാർത്ഥിക്കാനൊരു വിഷയം ദൈവം നിൻ്റെ മകളിൻ്റെ ഉള്ളിൽ നിനക്ക് തന്നിരിക്കുന്നു. യു പ്രേ വെൽ, നീ പ്രാർത്ഥിക്കുകയെന്ന്. അവളത് കേട്ടു, പ്രാർത്ഥിക്കുക തന്നെ ചെയ്തു. അതിൻ്റെ ആന്തരിക സാന്ത്വനം അനുഭവിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് സാന്ത്വനിപ്പിക്കുന്ന ആത്മാവാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് നമുക്ക് സത്യങ്ങളെ വെളിപ്പെടുത്തി തരും. നിങ്ങൾ സത്യമറിയും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ ദ സ്പിരിറ്റ് ഓഫ് ദ ട്രൂത്ത്, എന്നാൽ സത്യത്തിൻ്റെ ആത്മാവെന്നാണ് പറയണത്. എന്ന് വെച്ചാൽ എന്താണ്? ആത്മാവ് അതിൽ തന്നെ സത്യമാണ്. അത് തന്നെ നമ്മൾക്കും നമ്മുടെ ജീവിതത്തിനെക്കുറിച്ചുള്ള സത്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ യോഹന്നാൻ 8:32 വർക്കൗട്ട് ചെയ്യും. എന്താണ്? നിങ്ങൾ സത്യമറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നും. ഈ സ്വാതന്ത്ര്യം ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഇത് പുത്രസ്വീകാരത്തിൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് പൗലോസ് പറയുമ്പോൾ പുത്രന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവന് ഭയമില്ല. കാര്യം എന്താണ്? അവൻ ദൈവത്താൽ നയിക്കപ്പെടുന്നു. കാരണം എന്താണ്? അവൻ ദൈവപൈതലാണ്. കാരണം എന്താണ്? അവൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്ത്വനം അനുഭവിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, പുത്രസ്വീകാര്യം ആത്മാവിനെ കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളിലും കർത്താവേ, ശുശ്രൂഷയിൽ ഷക്കീന ടെലിവിഷനിലൂടെ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്കും ആത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ വരണേ, കരങ്ങളടിച്ചുകൊണ്ട് എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ചേർന്ന് പാടാം. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, ആത്മീയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, ആത്മീയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, എന്നെ അഭിഷേകം ചെയ്യുവാൻ എന്റെ ഉള്ളിൽ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ,
കൃപാസനത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ അവസരത്തിലേക്ക് കുടുംബബന്ധങ്ങളിലേക്ക് നിറയട്ടെ. യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, യോഹന്നാൻ 14:26 15:26 പരിശുദ്ധാത്മാവ് സഹായകനാണ്. ഈ സഹായം നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് വാട്ട് ഈസ് ഹാപ്പനിങ് നൗ, എന്താണ് ഇപ്പോൾ നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ് നീ പതറണ്ട, നീ തകരണ്ട, എന്താണ് നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് എപ്പോൾ തീരും എന്ന് വരെ പരിശുദ്ധാത്മാവ് പറയും. അതാ കർത്താവ് പറഞ്ഞ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. നിൻ്റെ തകർച്ചയ്ക്ക് ഇനി അധികം മാറാൻ അധികം കാലം ഉണ്ടാവത്തില്ല. ഇങ്ങനെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ. പക്ഷെ മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോൾ യോഹന്നാൻ 16:13 ഈ സത്യാത്മാവെന്നാണ് ഈശോ വിളിക്കുന്നത്. സത്യാത്മാവ് നിങ്ങൾ എന്തു ചെയ്യും? പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കും. ഒരു വിഷയത്തിൻ്റെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കും. ഇപ്പോൾ രോഗം തന്നെയാണെന്ന് വിചാരിച്ചോ, ആ രോഗത്തിന് ഒരു സത്യം ഉണ്ടാകുമല്ലോ. ആ രോഗത്തിനൊരു നുണയുണ്ടാവും. നുണയെന്താണ്? നമുക്കൊരു രോഗം തന്നെ വന്നെന്ന് വിചാരിച്ചോ, ആ രോഗത്തിനൊരു സത്യമുണ്ടാകും, ആ രോഗത്തിനൊരു നുണയുണ്ടാകും. ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും സത്യമുണ്ട്, നുണയുമുണ്ട്. അതിൻ്റെ സത്യമെന്ന് പറയുന്നത് അതിൻ്റെ ദൈവ മനസ്സാണ്. അതിന് നുണയെന്ന് പറയുന്നത് ദൈവ മനസ്സിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കുന്ന എന്തും നുണയായി മാറാം. മനുഷ്യൻ സ്വതന്ത്രനാകണമെങ്കിൽ അതിൻ്റെ സത്യം അറിയണം. അതാണ് യോഹന്നാൻ നമ്മൾ 8:32 നേരത്തെ കണ്ടത്. മനുഷ്യൻ സ്വതന്ത്രനാകണമെങ്കിൽ അതിൻ്റെ സത്യം അറിയണം. സത്യം ആർക്ക് അറിയാം? സത്യം സത്യാത്മാവിനറിയാം. അതുകൊണ്ടാണ് സത്യം നമുക്ക് ഭാഗിക സത്യം അറിഞ്ഞാൽ പറ്റത്തില്ല. സത്യം അറിയുമ്പോൾ അത് പൂർണ്ണമായ സത്യമായിരിക്കണം. ഒരു വിഷയത്തിൻ്റെ പൂർണ്ണമായ സത്യം അത് ആത്മാവ് അറിയുമ്പോൾ നമ്മളെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ടാണ് അറിയിക്കുന്നത്, അഥവാ നമ്മളെ സഹായിക്കുന്നത്. നിങ്ങൾ അതാണ് 16:13 വായിച്ചത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. എന്താണ്? ഈ സത്യാത്മാവ് നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കും. എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റെ ഭാഗികമായ സത്യമുണ്ട്, പൂർണ്ണ സത്യമുണ്ട്, സീറോ സത്യമുണ്ട്. ഈ സീറോ സത്യത്തെയാണ് നമ്മൾ നുണയെന്ന് പറയുന്നത്. അതായത് വി കാൺട്ട് സർവൈവ് വിത്തൗട്ട് സ്പിരിറ്റ്. നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. നീ ഒരു ക്രിസ്തുവിശ്വാസിയായി ദൈവ പൈതലായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വി കാൺട്ട് സർവൈവ് വിത്തൗട്ട് സ്പിരിറ്റ്. ആത്മാവില്ലാതെ, ആന്തരിക അഭിഷേകമില്ലാതെ, സത്യമറിയാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ആത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ആത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എന്നിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങള്, എന്നിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അതിന്റെ ദൈവ മനസ്സ്, അതിന്റെ ദൈവ മനസ്സ്, അതിന്റെ സത്യം, അതിന്റെ സത്യം, അതിന്റെ പൂർണ്ണ സത്യം, അതിന്റെ പൂർണ്ണ സത്യം എനിക്ക് വെളിപ്പെടുത്തി നൽകുന്നതിന് എന്നെ പുനരഭിഷേകം ചെയ്യണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ നന്ദി. കർത്താവേ സ്തോത്രം. ദൈവമേ കർത്താവേ, ആത്മാവിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവാത്മാവിനെ ശക്തിപ്പെടുത്തണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ അടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. ദൈവാത്മാവിൽ നമ്മളെ, സത്യത്തിന്റെ ആത്മാവിൽ നമ്മൾ അഭിഷേകം ചെയ്യുകയാണ്.
ഉടമ്പടി നിയോഗം ഓരോ നിയോഗങ്ങളിലേക്കും ആത്മാവ് നിറയുകയാണ്. സ്നേഹത്തോടെ, ദൈവസ്നേഹത്തോടെ, അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ദൈവസ്നേഹത്തോടെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. എല്ലാവരും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, എല്ലാവരും ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ.